ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ എന്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കണ്ട് ബീട്രൂട്ടിന്റെ അത്ഭുത സിദ്ധി മനസ്സിലാക്കി സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണും ഞെക്കിയേ പോകാവൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുൻപായി ബീട്രൂട്ടിന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബീട്രൂട്ട് എന്ന് പറയുന്നത് ഒരു റൂട്ട് വെജിറ്റബിൾ ആണ്. ഇതിനെ പല പേരിലും അറിയപ്പെടുന്നു. റെഡ് ബീറ്റ്, ജസ്റ്റ് ബീറ്റ്, ഗാർഡൻ ബീറ്റ്, ടേബിൾ ബീറ്റ് എന്നീ പേരുകളിലാണ് ബീട്രൂട്ടിനെ അറിയപ്പെടുന്നത്. ബീട്രൂട്ടിൽ ധാരാളം ഫൈബർ, മാഗ്നസ്, അയൺ, പൊട്ടാസ്യം, വൈറ്റമിൻ B9 എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കാണപ്പെടുന്ന ഇനോർഗാനിക് നൈട്രേറ്റിന് ഒരുപാട് ഉപയോഗങ്ങൾ ഉള്ളതാണ്. ഇതിന്റെ കളർ അനുസരിച്ച് ബീട്രൂട്ട് പലതരത്തിൽ കാണപ്പെടുന്നു. വൈറ്റ്, പിങ്ക് അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ. ബീട്രൂട്ടിൽ മനുഷ്യന് ആവശ്യമായ എല്ലാ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ ചില പ്ലാന്റ് കോമ്പൗണ്ടും ഉണ്ട്. അതായത് ബീറ്റാനിൻ, ഇനോർഗാനിക് നൈട്രേറ്റ്, ഗുൾഗാസാന്തിൻ എന്നിവയാണവ. ബീറ്റാനിൻ എന്ന് പറയുന്നത് ബീട്രൂട്ടിന് കളർ നൽകുന്ന ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ ഇനോർഗാനിക് നൈട്രേറ്റ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഇതിന് ധാരാളം ഫംഗ്ഷൻ നമ്മുടെ ബോഡിയിൽ ചെയ്യാനുണ്ട്. ഗുൾഗാസാന്തിൻ എന്ന് പറയുന്നത് ബീട്രൂട്ടിൽ കാണപ്പെടുന്ന യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് പിഗ്മെന്റ് ആണ്. ഇനോർഗാനിക് നൈട്രേറ്റിൽ കാണപ്പെടുന്നത് നൈട്രേറ്റ്സ്, നൈട്രിക് ഓക്സൈഡ് എന്നിവയാണ്. നൈട്രേറ്റുമായി ബന്ധപ്പെട്ട പല പഠനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇനി ഇത് ആരൊക്കെ ഉപയോഗിക്കണം, അവ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ചുണ്ടുകൾ ഉണങ്ങി വിണ്ടുകീറി ഡാർക്ക് ആയിട്ടുള്ളതാണെങ്കിൽ ബീട്രൂട്ട് അതിനുള്ള ഒരു പരിഹാര മാർഗമാണ്. ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള റെഡ് പിഗ്മെന്റ് നിങ്ങളുടെ ചുണ്ടുകളെ മനോഹരവും റോസ് കളറുമാക്കി മാറ്റുന്നു. ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ബീട്രൂട്ടിന്റെ നീരും അല്പം ഷുഗറും മിക്സ് ചെയ്ത് ചുണ്ടിൽ പുരട്ടിയാൽ മതി. ചായ കുടിച്ചും കോഫി കുടിച്ചും സിഗരറ്റ് വലിച്ചും കറുത്തിരണ്ടിരിക്കുന്ന നിങ്ങളുടെ ചുണ്ടുകളെ പനിനീർ പൂ പോലെ ആക്കുന്നു. നിങ്ങളുടെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഹെയർ പാക്ക് നിങ്ങളുടെ മുടി കൊഴിച്ചിലിനെ തടയുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ കുറച്ച് മിനറൽസിന്റെ അഭാവം മൂലമാണ് മുടി കൊഴിച്ചിൽ സംഭവിക്കുന്നത്. ബീട്രൂട്ടിൽ ധാരാളം പൊട്ടാസ്യം, ഇലക്ട്രോലൈറ്റ്, അയൺ എന്നിവ ധാരാളമായി കാണപ്പെടുന്നു. ഇത് നമ്മുടെ മുടിയെ പൊട്ടിപ്പോകാതെയും കൊഴിഞ്ഞു പോകാതെയും സംരക്ഷിക്കുന്നു. ബീട്രൂട്ട് ജ്യൂസ് ആക്കിയതിനു ശേഷം അല്പം കോഫി പൗഡർ ഇടുക. ഇത് ചെറുതായി ചൂടാക്കി പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ മുടിയുടെ ഇടയിൽ തേച്ചു പിടിപ്പിക്കുക. ഇത് അരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുഖകാന്തി കുറവാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ മുഖം പനിനീർ പൂ പോലെ സോഫ്റ്റും കളറുമായി കിട്ടണമെങ്കിൽ ബീട്രൂട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ. ബീട്രൂട്ടിൽ ധാരാളമായി വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ പിഗ്മെന്റേഷനെ തടയുന്നു. ഇതുമൂലം നമുക്ക് തിളക്കമാർന്ന സ്കിൻ പ്രദാനം ചെയ്യുന്നു. കൂടാതെ ഇതിൽ ധാരാളം അയൺ, ഫോസ്ഫറസ്, പ്രോട്ടീൻ എന്നിവ ധാരാളമായി കാണപ്പെടുന്നു. ഇത് നിങ്ങളുടെ ചർമ്മത്തെ പിങ്കിഷ് കളറാക്കി മാറ്റുന്നു. ദിവസവും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ വിഷാംശങ്ങളും പുറന്തള്ളുകയും ചെയ്യുന്നു. കൂടാതെ ഇതിന്റെ ജ്യൂസ് സ്കിന്നിൽ അപ്ലൈ ചെയ്താലും മാറി കിട്ടുന്നതാണ്. വൃത്താകൃതിയിൽ അരിഞ്ഞ ബീട്രൂട്ട് മുഖത്തും കഴുത്തിലുമായി 15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയുക. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിങ്കിഷ് കളർ നിങ്ങളുടെ സ്കിന്നിന് പ്രദാനം ചെയ്യുന്നു. ഇതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം വേവിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത നിങ്ങളുടെ ചർമ്മത്തിന്റെ കോംപ്ലക്ഷൻ കുറവാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതോടെ നിങ്ങളുടെ ചർമ്മം പട്ടുപോലെ സുന്ദരവും മൃദുലവുമായി മാറുന്നു. ബീട്രൂട്ടിൽ കാണപ്പെടുന്ന കരോട്ടിനോയിഡ്, അയൺ എന്നിവ ചർമ്മത്തിന്റെ മോയ്സ്ചർ ഇല്ലാതാക്കുന്നു. ബീട്രൂട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം അതിലേക്ക് അല്പം തൈര് ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്ത് ചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് ദിവസവും 20 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അടുത്തെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മിക്കവാറും എല്ലാവരിലും കണ്ടുവരുന്ന ഒന്നാണ് കണ്ണിന്റെ 4 വശത്തുമുള്ള കറുത്ത പാട്. ഇങ്ങനെയുള്ളവർക്ക് ബീട്രൂട്ട് ഒരു വലിയ അനുഗ്രഹമാണ്. ബീട്രൂട്ടിൽ കാണപ്പെടുന്ന ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെൽസിനെ ഇല്ലാതാക്കുന്നു. ഇതിന് ചെയ്യേണ്ടത് ബീട്രൂട്ട് ജ്യൂസ് ആക്കിയതിനു ശേഷം അതിലേക്ക് അല്പം തേനും പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു കോട്ടൺ ഉപയോഗിച്ച് കണ്ണിന്റെ 4 വശത്തും പുരട്ടുക. ഇത് 15 മിനിറ്റിന് ശേഷം നല്ലതുപോലെ വാഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന്റെ 4 വശത്തുമുള്ള ഡാർക്ക് സർക്കിൾ ഇല്ലാതാകുന്നു. അടുത്തത്, ചർമ്മം കൊണ്ട് നിങ്ങൾ പ്രായമുള്ളവരെ പോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ ഇതാ ബീട്രൂട്ട് ഒരു പരിഹാരമാണ്. ബീട്രൂട്ടിലെ ആന്റി ഓക്സിഡന്റ് നിങ്ങളുടെ ചർമ്മത്തെ ചുളിവുകൾ മാറ്റി ചെറുപ്പം നിലനിർത്തുന്നു. ബീട്രൂട്ടിൽ കാണപ്പെടുന്ന ലൈസോപ്പിനും സ്ക്വയലിനെയും നിങ്ങളുടെ ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇതിന് ചെയ്യേണ്ടത് ബീട്രൂട്ട് ജ്യൂസിൽ അല്പം തേനും പാലും ചേർത്ത് നന്നായി അപ്ലൈ ചെയ്യുക. ഇത് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ ചെയ്താലും മതി. ഇത് നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ പട്ടുപോലെ സുന്ദരവും മൃദുലവുമാക്കി മാറ്റുന്നു. ഇനി നിങ്ങൾ മുഖക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്നയാളാണെങ്കിൽ ഇത് ബീട്രൂട്ട് കൊണ്ട് ഇത് നിസ്സാരമായി മാറ്റാവുന്നതാണ്.
പ്രധാനമായും മുഖക്കുരുവിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ഓയിലി സ്കിന്നാണ്. ബീട്രൂട്ട് ഇത് നമ്മുടെ സ്കിന്നിലെ സുഷിരങ്ങളിൽ കാണപ്പെടുന്ന എക്സസ് ആയിട്ടുള്ള ഓയിലിനെ ഇത് ഇല്ലാതാക്കുന്നു. ഇതിന് വേണ്ടുന്നത് തക്കാളി ജ്യൂസും ബീട്രൂട്ട് ജ്യൂസും തുല്യ അളവിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഇത് 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊന്ന്, താരൻ ഒരു പ്രശ്നമായിട്ടുള്ളവരാണോ നിങ്ങൾ? ഫംഗൽ ഇൻഫെക്ഷനും ഡ്രൈ സ്കാൾപ്പുമാണ് താരന് കാരണം. ബീട്രൂട്ടിന്റെ എൻസൈമാറ്റിക് പ്രോപ്പർട്ടി താരനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. കൂടാതെ ബീട്രൂട്ടിൽ കാണപ്പെടുന്ന സിലിക്ക നമ്മുടെ തലയിലെ സ്കാൾപ്പിനെ മോയ്സ്ചറൈസ് ആയിട്ട് നിലനിർത്തുന്നു. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ബീട്രൂട്ട് ജ്യൂസ് എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം വിനാഗിരിയോ അല്ലെങ്കിൽ വേപ്പിന്റെ നീരോ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണിത്. ഇതിൽ കാണപ്പെടുന്ന ബീറ്റാ സൈനാനിൻ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് ക്യാൻസർ സെല്ലിനെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. കൂടാതെ ബീട്രൂട്ടിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി സീരിയസ് ആയിട്ടുള്ള ബോൺ മാരോ ക്യാൻസറിനും ബ്ലഡിൽ ഉണ്ടാകുന്ന ക്യാൻസറും ചികിത്സയ്ക്ക് വളരെ നല്ലതാണ്. ബീട്രൂട്ടിന്റെ ഉപയോഗം മറ്റ് ക്യാൻസറിനുള്ള മരുന്നിനേക്കാൾ വളരെ ഫലപ്രദമാണ് ക്യാൻസറിന്റെ ചികിത്സയിൽ. ബീട്രൂട്ട് ജ്യൂസ് ക്യാൻസർ സെല്ലിന്റെ പ്ലോലിഫറേഷൻ കുറയ്ക്കുന്നു. നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾ ബീട്രൂട്ട് നിങ്ങളുടെ ആഹാരത്തിന്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ്. ബീട്രൂട്ടിൽ കാണപ്പെടുന്ന ബീറ്റാ ലൈൻസിൻ എന്ന ആന്റി ഓക്സിഡന്റ് നിങ്ങളുടെ ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ കുറയ്ക്കുന്നു. ബീട്രൂട്ട് എന്നത് ഒരു ഇൻസുലിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ്. ഇത് ഇൻസുലിന്റെ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തുന്നു. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് പാസ്സാക്കുന്നതിന് ശ്രമിക്കുന്നയാളാണെങ്കിൽ നിങ്ങളുടെ ദിവസവും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ ദിവസവും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നയാളാണെങ്കിൽ നിങ്ങളുടെ റണ്ണിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയും ബ്രീത്തിങ്ങും മെയിൻറ്റെയിൻ ചെയ്ത് ഫാസ്റ്റായി ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പഠനങ്ങൾ പറയുന്നത് ഡെമൻഷ്യ പോലെയുള്ള അസുഖങ്ങൾക്ക് ബീട്രൂട്ട് നല്ലൊരു പരിഹാരമാണെന്നാണ്. കാരണം ബീട്രൂട്ടിലെ നൈട്രേറ്റ്സ് തലച്ചോറിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നു. മറ്റൊന്ന്, പഠനങ്ങൾ പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് ബീട്രൂട്ട് നല്ലതാണെന്നാണ്. നിങ്ങളുടെ ചർമ്മം അൾട്രാവയലറ്റ് റേസ് കൊണ്ട് ഡാർക്ക് ആയിട്ടുള്ള ആളാണെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ചൂട് സമയത്ത് നമ്മുടെ ചർമ്മത്തെ അൾട്രാവയലറ്റ് റേസിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണോ എങ്കിൽ ബീട്രൂട്ട് അതിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നു. ബീട്രൂട്ട് എന്നത് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസ് ആണ്. ഇതൊന്നും കൂടാതെ ബീട്രൂട്ട് എന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. ഇതിൽ കാണപ്പെടുന്ന 2 പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്, അതായത് ബെലാറ്റിനും ബീറ്റൈനും. ഇത് രണ്ടും ഇൻഫ്ലമേറ്ററിയും വാസ്കുലർ പ്രൊട്ടക്റ്റീവുമാണ്. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും ബിപിയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു. ബീട്രൂട്ട് നമ്മുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സുകൾ. കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറയുന്നത് ഓക്സലേറ്റ് ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ള ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വിലപ്പെട്ട ഇൻഫർമേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് ഷെഹ്സായർ മീഡിയ. ഗുഡ് ബൈ.